നമ്മൾ എടുക്കുന്നത് നവോത്ഥാന നായികമാരെ പറ്റിയിട്ടാണ്. അപ്പൊ അതിൽ പാർട്ട് 1 നമ്മൾ ഒരു ക്ലാസ് എടുത്തു. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത വ്യക്തിത്വത്തിലേക്ക് കയറുകയാണ്. 3 പേരെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത്. ആ 3 പേര് അക്കമ്മ ചെറിയാനും AV കുട്ടിമാളും അമ്മയും അതുപോലെ പാർവതി നെന്മേനി മംഗലവും ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന അടുത്തൊരു വ്യക്തിത്വം, നമ്മൾ പാർവതി നെന്മേനി മംഗലത്തിനെ പഠിച്ചില്ലേ? അവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? ആര്യ പള്ളം എന്ന് പറയുന്നത്. ആരാണ്? ആര്യ പള്ളം. ഓക്കെ, അപ്പം അടുത്ത വ്യക്തിത്വം ആരാണ്? ആര്യ പള്ളം. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ആര്യ പള്ളം. എന്തെങ്കിലും കേൾക്കാൻ പറ്റാത്ത പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം കേട്ടോ. അപ്പം ആര്യ പള്ളം ജനിച്ചത് 1908 ആര് ജനിച്ചത്? ആര്യ പള്ളം ജനിച്ചത്. ആ വർഷം ജസ്റ്റ് ഓർത്തോണം. കാരണം കഴിഞ്ഞ എന്താണ് സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടുന്ന 10th പ്രിലിംസിൽ നവോത്ഥാന നായകന്മാർ ജനിച്ച വർഷം ചോദ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ആര്യ പള്ളം ജനിച്ച വർഷം ഏതാണ്? 1908. 1908 ആര് ജനിക്കുന്നത്? ആര്യ പള്ളം ജനിക്കുന്നത്. 1989 അവര് അന്തരിക്കുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ആര്യ പള്ളം ജനിച്ചത് 1908. 1989 ആര് അന്തരിക്കുന്നു? നമ്മുടെ ആര്യ പള്ളം അന്തരിക്കുന്നു. ഇനി അവരുടെ ജന്മസ്ഥലം ഓർത്തോണം, വടകരയാണ്. ജന്മസ്ഥലം വടകര. വടകര ഏത് ജില്ലയാണെന്ന് പറഞ്ഞേ? വടകര ഏത് ജില്ലയാ? വടകര ഏത് ജില്ലയാണ്? കോഴിക്കോട്. നമ്മുടെ ഇതിനകത്ത് ആരെങ്കിലും കോഴിക്കോടുകാരുണ്ടായിരുന്നോ? കോഴിക്കോട് ഉണ്ടായില്ലെന്ന് തോന്നുന്നു അല്ലെ? കോഴിക്കോടില്ലെന്ന് തോന്നുന്നു. തൃശ്ശൂരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം വടകരയാണ് ആര് ജനിച്ചത്? ആര്യ പള്ളം ജനിച്ചത്. അല്ലെങ്കിൽ നമുക്ക് പറയാം വള്ളുവനാടാണ് ആര് ജനിച്ചതെന്ന് പറയാം. അവിടെ ആര്യ പള്ളം 1908 കോഴിക്കോട് ജില്ലയിലെ വടകര അല്ലെങ്കിൽ വള്ളുവനാടാണ് ആര് ജനിച്ചിരിക്കുന്നത്? ആര്യ പള്ളം ജനിച്ചിരിക്കുന്നത്. ഇനി ആര്യ പള്ളത്തെ കേരള നവോത്ഥാന ചരിത്രത്തിൽ അറിയപ്പെടുന്നത് നമ്പൂതിരി വനിതകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വനിത എന്ന പേരിലാണ്. നമ്പൂതിരി വനിതകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വനിതാ വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? ആര്യ പള്ളം. ആര്യ പള്ളം കോഴിക്കോട് ജില്ലയിലെ വടകര അല്ലെങ്കിൽ വള്ളുവനാട് 1908 ജനിച്ച ആര്യ പള്ളത്തെ കേരള നവോത്ഥാന ചരിത്രത്തിൽ അറിയപ്പെടുന്നത് നമ്പൂതിരി വനിതകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വനിതാ വ്യക്തിത്വമായിട്ടാണ്. അപ്പം ആര്യ പള്ളം സെറ്റായോ നിങ്ങൾക്ക്? ആര്യ പള്ളം എവിടെയാ ജനിച്ചത്? നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. എവിടെയാ ജനിച്ചത്? കോഴിക്കോട് ജില്ലയിലെ വടകര അല്ലെങ്കിൽ വള്ളുവനാട്. ജനിച്ച വർഷം എന്നാണ്? 1908. 1908 ജനിക്കുന്നു. 1989 ആര്യ പള്ളം അന്തരിക്കുന്നു. നമ്പൂതിരി വനിതകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വനിതാ വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? ആര്യ പള്ളം എന്ന് പറയുന്നത്. ആര്യ പള്ളം. ഇനി കേട്ടോണം നിങ്ങൾ ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ ആണ്. മീൻസ് ഇത്രയും ഭാഗം നമ്പൂതിരി ബില്ല്. എവിടാ നിങ്ങൾ നമ്പൂതിരി ബില്ല് പഠിച്ചേ? ആരെ പഠിച്ച സമയത്താണ് നമ്മൾ നമ്പൂതിരി ബില്ലിനെ പറ്റി പഠിച്ചത്? പാർവതി നെന്മേനി മംഗലത്തെ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഈ നമ്പൂതിരി ബില്ലിനെ പറ്റി പറഞ്ഞിരുന്നു. അവിടുത്തെ സെന്റൻസ് എന്തായിരുന്നു? നമ്പൂതിരി ബില്ലിനെ പറ്റി ചർച്ച ചെയ്യാൻ അന്തർജനങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു ആരെന്ന് പറയുന്നത്? പാർവതി നെന്മേനി മംഗലം. ആരായിരുന്നേ? പാർവതി നെന്മേനി മംഗലം. ഓക്കെ ആണല്ലോ? പാർവതി നെന്മേനി മംഗലം. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ആ പോയിന്റ് തിരിഞ്ഞു പോകരുത് നിങ്ങൾക്ക്. എന്താണ് വ്യത്യാസം? ഇവിടെ നോക്ക്, നമ്പൂതിരി ബില്ലിന്റെ ഉപദേശകയായിട്ട് കണ്ടോ, ഉപദേശകയായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് ആര്യ പള്ളം. അവിടെ ആരായിരുന്നു? നമ്പൂതിരി ബില്ലിനെ പറ്റി ചർച്ച ചെയ്യാൻ അന്തർജനങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പാർവതി നെന്മേനി മംഗലം. ആരാണ്? പാർവതി നെന്മേനി മംഗലം. ഈ പോയിന്റ് എന്താണ്? നമ്പൂതിരി ബില്ലിന്റെ ഉപദേശകയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വനിത അത് ആര്യ പള്ളമാണ്. ഓക്കെ ആണോ? ആ പോയിന്റ് സെറ്റ് ആണോ? അപ്പൊ നമ്പൂതിരി ബില്ല്, ഇതാ ഞാൻ പറഞ്ഞത്,
പാർവതി നെന്മേനി മംഗലത്തെയും ആര്യപ്പള്ളത്തിനെയും നമുക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാരണം കണ്ടോ, നമ്പൂതിരി ബില്ല് ആര്യപ്പള്ളവും പാർവതി നെന്മേനി മംഗലവും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? നമ്പൂതിരി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. തിരിഞ്ഞു പോകരുത്. നമ്പൂതിരി ബില്ലിന്റെ ഉപദേശകയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്യപ്പള്ളത്തെയും നമ്പൂതിരി ബില്ലിനെ പറ്റി ചർച്ച ചെയ്യാൻ അന്തർജനങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം ആര് എന്ന് ചോദിച്ചാൽ അത് പാർവതി നെന്മേനി മംഗലവുമാണ്. മനസ്സിലായോടെ? ഇടേ മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് ഇത്രയും പോയിന്റ് ഓക്കെ ആണോ? സെറ്റ് ആണോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല? സിമ്പിൾ ആണ്. ഓക്കെ, യെസ്, അടുത്തിലേക്ക് പോകാം. നിങ്ങൾ ഒന്ന് രണ്ട് സ്ഥലം പഠിച്ചേ. എറയൂർ ജസ്റ്റ് ഓർത്താൽ മതി. ഇത് ജസ്റ്റ് നമുക്ക് വായിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ ഇത് ഓർത്തോണം. ഏതാ? നമ്പൂതിരി ബില്ലിന്റെ ഉപദേശകയായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത. അത് പഠിച്ചോണം. ആര്യപ്പള്ളമാണ് ചോദിക്കും. ഓക്കെ, അടുത്ത എറയൂർ, അതുപോലെ പിലാശ്ശേരി എന്നീ പ്രദേശങ്ങൾ. അവിടെ ഐത്തത്തിനെതിരെയും ക്ഷേത്രപ്രവേശത്തിനായും ഹരിജനങ്ങളെ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ്, വനിതാ സാമൂഹിക പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്? ആര്യപ്പള്ള. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പോയാൽ മതി. എന്താണ്? എറയൂര്, പിലാശ്ശേരി. കിണാശ്ശേരി വേറെയാണ് കേട്ടോ. ഇത് എറയൂര്, പിലാശ്ശേരി എന്നീ പ്രദേശങ്ങളിൽ ഐത്തത്തിനെതിരെയും അതുപോലെ ക്ഷേത്രപ്രവേശനത്തിനായും ഹരിജനങ്ങളെ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്, വനിതാ സാമൂഹിക പരിഷ്കർത്താവ് അതാരാടെ? ആര്യപ്പള്ളമാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. അവിടെ ഓർക്കേണ്ട രണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? എറയൂര്, അതുപോലെ പിലാശ്ശേരി. കിട്ടിയോ നിങ്ങൾക്ക്? ഈ പോയിന്റ് ഇത്ര ഓക്കെ ആണോ? അപ്പം ആര്യപ്പള്ളം 1908 ജനിച്ച സ്ഥലം നമുക്ക് മനസ്സിലായി, വടകര അല്ലെങ്കിലോ വള്ളുവനാട്. നമ്പൂതിരി വനിതകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. നമ്പൂതിരി ബില്ലിന്റെ ഉപദേശകയായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ആര്യപ്പള്ളം എന്ന് പറയുന്നത്. എറയൂര്, പിലാശ്ശേരി എന്നീ പ്രദേശങ്ങളിൽ ഐത്തത്തിനെതിരെയും ക്ഷേത്രപ്രവേശനത്തിനായും ഹരിജനങ്ങളെ സംഘടിപ്പിച്ച വനിതാ സാമൂഹിക പരിഷ്കർത്താവിന്റെ പേരാണ് ആര്യപ്പള്ളം. ഓക്കെ, ഇനി നോക്കണേ, അവര് ജനിച്ച സ്ഥലമല്ലേ വള്ളുവനാട്? ഈ വള്ളുവനാട്ടിലെ കീഴാള വനിതകളുടെ വസ്ത്രധാരണ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ആര് പ്രവർത്തിച്ചു? നമ്മുടെ ആര്യപ്പള്ളം പ്രവർത്തിച്ചു. പ്രധാനമായും അവരുടെ എന്താണ് മേൽ വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആര് പ്രവർത്തിച്ചു? ആര്യപ്പള്ളം പ്രവർത്തിച്ചു. ആ പോയിന്റ് ഓർത്തോണം. നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പിലാശ്ശേരി, അതുപോലെ എറയൂര്. എറയൂര് അവിടെ അവരെന്താ ചെയ്തത്? ഐത്തത്തിനെതിരെയും ക്ഷേത്രപ്രവേശനത്തിനായും ഹരിജനങ്ങളെ സംഘടിപ്പിച്ചു. ഇവിടെ വള്ളുവനാട്ടിലെ കീഴാള വനിതകളുടെ വസ്ത്രധാരണ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വനിതാ വ്യക്തിത്വം ആര്യപ്പള്ളമാണ്. ഓക്കെ ആണോ? ഇനി അടുത്തൊരു പോയിന്റ്, ഇവർക്ക് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധമുണ്ട്. എടേ, എന്നായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം? 1931 എന്ന് നടന്ന നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് അല്ലെ? ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷം നടന്നേ? 1931. 1931. ഓക്കെ, ഈ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ആരാ? മന്നത്ത് പത്മനാഭനായിരുന്നു അല്ലെ? പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരായിരുന്നു? മന്നത്ത്. അങ്ങനെയാണെങ്കിൽ പറ, സെക്രട്ടറി ആരായിരുന്നു? സെക്രട്ടറി കേളപ്പനായിരുന്നു ആ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം സമരപ്പന്തലിൽ ആര് പ്രസംഗിക്കുന്നു? നമ്മുടെ ആര്യപ്പള്ളം പ്രസംഗിക്കുന്നു. ഓക്കെ, ഇത്രയുള്ള ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം സമരപ്പന്തലിൽ പ്രസംഗിച്ച
വനിതാ വ്യക്തിത്വം ആര്യ പള്ളമാണ്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവും ആര്യ പള്ളവും തമ്മിലുള്ള ഒന്നാമത്തെ ബന്ധമാണ് നമ്മൾ ക്ലിയർ ചെയ്ത ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം സമരപ്പന്തലിൽ പ്രസംഗിച്ച വനിതയാണ് ആര്യപ്പള്ളം. കഴിഞ്ഞില്ല. ഇനി അവർ അവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിൽ കെ കേളപ്പന് ശേഷം താൻ തന്നെ നിരാഹാരം കിടക്കാമെന്ന് പ്രഖ്യാപിച്ച വനിതയാണ് ആരെന്ന് പറയുന്നത്? ആര്യപ്പള്ളം. അപ്പൊ 2 പോയിന്റ് കിട്ടിയോ? 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം സമരപ്പന്തലിൽ പ്രസംഗിച്ച വനിതാ വ്യക്തിത്വമാണ് ആര്യപ്പള്ളം. കെ കേളപ്പന് ശേഷം താനായിരിക്കും നിരാഹാരം കിടക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച വനിതാ വ്യക്തിത്വമാണ് ആര്യപ്പള്ളം. ആ പോയിന്റുകൾ ഓക്കെയാണോ? നമ്പൂതിരി ബില്ലിന്റെ ഉപദേശകയായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം അത് ആര്യപ്പള്ളമാണ്. മനസ്സിലായോ? വള്ളുവനാട്ടെ കീഴാള വനിതകളുടെ വസ്ത്രധാരണ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്തോന്നാണ് സമരങ്ങൾ നടത്തി സംഘടിപ്പിച്ച വനിതാ വ്യക്തിത്വമാണ് ആര്യപ്പള്ളം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം സമരപ്പന്തലിൽ പ്രസംഗിക്കുകയും കെ കേളപ്പന് ശേഷം താനായിരിക്കും നിരാഹാരം കിടക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വനിതാ വ്യക്തിത്വം ആരാണ്? ആര്യപ്പള്ളമാണ്. ഓക്കെ, ഇനി അടുത്ത കേട്ടോണേ. പാലിയം സത്യാഗ്രഹത്തെ പിന്തുണച്ച് വനിതാ ജാഥ സംഘടിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആര്യപ്പള്ളമാണ്. ഇവിടെ ഒരു കൺഫ്യൂസിങ് ഫാക്ട് ഉണ്ട്. ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നിയോ? ഈ പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജാഥയുടെ കാര്യം പറഞ്ഞപ്പം ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായോ? പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ജാഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോടെ? കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ പറ്റുന്നോ? ഞാൻ പറയുന്നത് കേൾക്കുന്നോ നിങ്ങൾ? അല്ലെ, ഒന്ന് പ്രതികരിക്കട്ടെ. നിങ്ങൾ ഈ പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ജാഥ വല്ലതും കേട്ടിട്ടുണ്ടോ ഇല്ലയോ? കേട്ടോ ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങള്? ഇവിടെ പ്രതികരിക്കട്ടെ ജീവികളെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ബാക്കി ആർക്കും ഇതിലൂടെ നിങ്ങൾ ഈ പാലിയം സത്യാഗ്രഹം ഒന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പാലിയം സത്യാഗ്രഹം ഏത് വർഷമാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? 1947. 1947 കറക്റ്റ് ആണ്. പാലിയം സത്യാഗ്രഹം ആരാ ഉദ്ഘാടനം ചെയ്തേ? പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത ആരാണ്? സർ സി കേശവനാണോ? സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. ഈ പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും ജാഥ വേറെ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ വനിതാ ജാഥയുടെ കാര്യം പറഞ്ഞു. ആരാ വനിതാ ജാഥ സംഘടിപ്പിച്ചതാ? വനിതാ ജാഥ ആരാ സംഘടിപ്പിച്ചേ? ആര്യപ്പള്ളം അല്ലെ? വനിതാ ജാഥ സംഘടിപ്പിച്ച ആരാ? ആര്യപ്പള്ളം. ആ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇത് നിങ്ങൾ ക്ലിയർ ചെയ്തേ. പാലിയം സത്യാഗ്രഹത്തെ പിന്തുണച്ച് വനിതാ ജാഥ സംഘടിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ആര്യപ്പള്ളമാണ്. ആരാണ്? ആര്യപ്പള്ളം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ജാഥ പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന്, മനസ്സിലായോ? അത് ചിലപ്പം ഒരുപക്ഷെ ക്വസ്റ്റ്യനായി വരാം. മനസ്സിലായോ? ഇതിനേക്കാൾ പ്രാധാന്യമുള്ള ജാഥ പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. അതിന്റെ പേരാണ് സൗഹൃദ ജാഥ. മനസ്സിലായോ? ജാഥയുടെ പേരെന്താണ്? സൗഹൃദ ജാഥ. ഈ സൗഹൃദ ജാഥ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും സൗഹൃദ ജാഥ കേട്ടിട്ടുണ്ടോ? സൗഹൃദ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? കെ കൗസല്യാണ്. ആരാണ്? കെ കൗസല്യാണ് എന്ത് സംഘടിപ്പിച്ചത്? ഈ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ സംഘടിപ്പിച്ചത്. അപ്പൊ 2 ചോദ്യം കൺഫ്യൂസിംഗ് ആണ്. ക്ലിയർ ആയിട്ട് അങ്ങ് പഠിക്കുകയാണ്. പാലിയം സത്യാഗ്രഹത്തെ പിന്തുണച്ച് വനിതാ ജാഥ സംഘടിപ്പിച്ചത് ആര്യപ്പള്ളവും, പാലിയം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സൗഹൃദ ജാഥ സംഘടിപ്പിച്ചത് കെ കൗസല്യയുമാണ്.
സൗഹൃദ ജാഥ KK കൗസല്യ, വനിതാ ജാഥ ആര്യപ്പള്ളം. പോയിന്റ് വളരെ ക്ലിയർ ആണ്. അവിടെ നമ്മൾ പറഞ്ഞു പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഇന്ന് നമ്മൾ പഠിക്കും, കുഴപ്പമില്ല, എങ്കിലും ഒന്ന് ഓർത്തു വെച്ചോണം. 1947 ഇന്ന് നടന്ന പാലിയം സത്യാഗ്രഹം നടന്നത്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി കേശവനാണ്. ആരാണ്? സി കേശവൻ. നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ പഠിക്കും സി കേശവനെ. അപ്പൊ നിങ്ങൾ ഓർത്തോണം, സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. ഒരേ ചോദ്യം നമ്മൾ പലയിടത്ത് ഇങ്ങനെ മാറി മാറി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലങ്ങ് പതിയും. പിടികിട്ടിയോ? ഇത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഇനി പാലിയം സത്യാഗ്രഹം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് ജാഥകളും അവിടെയും ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത് വീണ്ടും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇതങ്ങ് പഠിക്കും, നന്നായിട്ട് പഠിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പം നേരെ കേട്ടോ, 1947 പാലിയം സത്യാഗ്രഹത്തെ പിന്തുണച്ച് വനിതാ ജാഥ സംഘടിപ്പിച്ചു. അടുത്ത പോയിന്റ് കേട്ടോണേ. 1932 നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ നോക്കണം. 1932 തളിപ്പറമ്പിലെ യുവജന പ്രസ്ഥാനത്തിന്റെ വാർഷിക സമ്മേളനം നടക്കുന്നു. ഇത് എവിടെങ്കിലും നിങ്ങൾ കേട്ടായിരുന്നോ? എവിടെങ്കിലും പഠിച്ചായിരുന്നോ? പാർവതി നെന്മേനി മംഗലത്തെ പഠിച്ച സമയത്ത് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഇവിടെ നോക്ക്, 1932 തളിപ്പറമ്പിലെ യുവജന പ്രസ്ഥാനത്തിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാരാ? ആര്യപ്പള്ളമാണ്. എന്നാൽ അവിടെ അധ്യക്ഷത വഹിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പാർവതി നെന്മേനി മംഗലം. ഓക്കെ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ആര്യപ്പള്ളത്തെയും പാർവതി നെന്മേനി മംഗലത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റുകളിലൂടെയാണ്. ഒന്നാമത്തെ പോയിന്റ് നമ്പൂതിരി ബില്ല്, കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ നമ്പൂതിരി ബില്ല്. അന്തർജനങ്ങളുടെ പ്രതിനിധിയായി പാർവതി നെന്മേനി മംഗലം എത്തുന്നു. ഓക്കെ. ഉപദേശകയായി ആര്യപ്പള്ളം എത്തുന്നു. ക്ലിയർ ആണ്. 1932 തളിപ്പറമ്പിൽ നടന്ന യുവജന പ്രസ്ഥാനത്തിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാടെ? അത് ആര്യപ്പള്ളമാണ്. എന്നാൽ അതിന് അധ്യക്ഷത വഹിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർവതി നെന്മേനി മംഗലമാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞു പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആര്യപ്പള്ളം സംഘടിപ്പിച്ചത് വനിതാ ജാഥയാണെങ്കിൽ VT ഭട്ടൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം മറക്കുട ബഹിഷ്കരണ ജാഥ സംഘടിപ്പിച്ചതും നമ്മുടെ ആര്യപ്പള്ളമാണ്. അപ്പൊ ആര്യപ്പള്ളത്തെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് രണ്ട് ജാഥ നമ്മൾ പഠിക്കുന്നു. ഒന്ന് വനിതാ ജാഥ, രണ്ട് മറക്കുട ബഹിഷ്കരണ ജാഥ സംഘടിപ്പിച്ചത് VT ഭട്ടൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരമാണ് മറക്കുട ബഹിഷ്കരണ ജാഥ സംഘടിപ്പിച്ചത്. എന്നാൽ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വനിതാ ജാഥ സംഘടിപ്പിച്ചത്. ഓക്കെ ആണോ? അടുത്തത് പോയിന്റ് കൂടെ പഠിക്കണം. അടുത്ത പോയിന്റ് ഒരു റെയർ ഫാക്ട് ആണ്, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അന്തഃപുര മർദ്ദന നേശനം. എവിടെങ്കിലും ചോദ്യ പേപ്പറിൽ അന്തഃപുര മർദ്ദന നേശനം എന്ന് കേട്ടാൽ നിങ്ങൾ ഓർത്തോണം, ഈ പ്രമേയം അവതരിപ്പിച്ചത് ആര്യപ്പള്ളമാണ്. അന്തഃപുര മർദ്ദനനേശനം എന്ന പ്രമേയം അവതരിപ്പിച്ച നവോത്ഥാന നായികയുടെ പേരാണ് ആര്യപ്പള്ളം. അന്തഃപുര മർദ്ദനനേശനം എന്ന പ്രമേയം ആരവതരിപ്പിച്ചു? നമ്മുടെ ആര്യപ്പള്ളം. ഓക്കെ. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി ലെവലിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാതുമുറി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായികയാര്? ആര്യപ്പള്ളമാണ്. ആരാണ്? ആര്യപ്പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിതാ വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ അത് ആര്യപ്പള്ളമാണ്. അടുത്തത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെച്ചോണം, കൺഫ്യൂസിങ് ആവരുത്. കല്ലുമാല സമരം. കല്ലുമാല സമരം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന വ്യക്തി ആരാ? കല്ലുമാല സമരം അയ്യങ്കാളിയാണ് അല്ലെ? എന്നാണ് അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയത്? 1915 കല്ലുമാല സമരം നടത്തിയത്. കല്ലുമാല സമരം എവിടാ നടത്തിയേ? പെരിനാടാണ് അല്ലെ? അതുകൊണ്ട് തന്നെ പെരിനാട് ലഹള എന്ന് അറിയപ്പെടുന്നില്ലേ അല്ലെ? പെരിനാട് ചെമ്മക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയത്. ഓക്കെ. അപ്പൊ കല്ലുമാല സമരം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരുന്ന പേര് അയ്യങ്കാളിയാണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കോണേ, കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ വനിതാ നവോത്ഥാന നായിക ആര് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ എന്ത് പഠിച്ചോണം? ആര്യപ്പള്ളം എന്ന് പഠിച്ചോണം. നോർമലി
കല്ലുമാല സമരത്തിന് നേതൃത്വം കൊടുത്ത ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് എഴുതിക്കോണം? അയ്യങ്കാളിയുടെ പേര് എഴുതിക്കോണം. എന്നാൽ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ വനിതാ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ കൊണ്ടുവരേണ്ട ഉത്തരം ആര്യപ്പള്ളമാണ്. ആര്യപ്പള്ളമാണ്. അപ്പൊ കാതുമുറി പ്രസ്ഥാനം ആര്യപ്പള്ളം, കല്ലുമാല സമരം ആര്യപ്പള്ളം, അന്തപ്പുര മർദ്ദന ലേശനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആര്യപ്പള്ളമാണ്. ഓക്കെ, 2 ജാഥകൾ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വനിതാ ജാഥ സംഘടിപ്പിക്കുന്നു. അതുപോലെ VT ഭട്ടൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം മറക്കുട ബഹിഷ്കരണ ജാഥ സംഘടിപ്പിക്കുന്നു. 1932 തളിപ്പറമ്പിൽ നടന്ന യുവജന പ്രസ്ഥാനത്തിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആര്യപ്പള്ളവും അതിന് അധ്യക്ഷത വഹിച്ചത് പാർവതി നെന്മേനി മംഗലവുമാണ്. ഇനി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമ്പൂതിരി ബില്ലിനെ പറ്റി ചർച്ച ചെയ്യാൻ അന്തർജനങ്ങളുടെ പ്രതിനിധിയായി പാർവതി നെന്മേനി മംഗലത്തെ തെരഞ്ഞെടുത്തെങ്കിൽ ഉപദേശകയായിട്ട് ആര്യപ്പള്ളത്തെ തെരഞ്ഞെടുക്കുന്നു. ഉപദേശകയായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ആര്യപ്പള്ളത്തെ തെരഞ്ഞെടുത്തു. അതുപോലെ 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം സമരപ്പന്തലിൽ പ്രസംഗിക്കുകയും കേളപ്പന് ശേഷം താനായിരിക്കും സത്യാഗ്രഹി അല്ലെങ്കിൽ നിരാഹാരം കിടക്കുന്നത് എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത വനിതാ വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? ആര്യപ്പള്ളം. വള്ളുവനാട്ടിലെ കീഴാള വനിതകളുടെ വസ്ത്രധാരണ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വനിതാ വ്യക്തിത്വം ആര്യപ്പള്ളം. അതുപോലെ എറയൂർ, പിലാശ്ശേരി എന്നീ പ്രദേശങ്ങളിൽ ഐത്തോച്ചാടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ക്ഷേത്ര പ്രവേശനത്തിനായി ഹരിജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ്, വനിതാ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്യപ്പള്ളം. ആരാടെ? ആര്യപ്പള്ളം. ഓക്കെ, ആര്യപ്പള്ളം സെറ്റായ നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ആര്യപ്പള്ളവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ആള് കെ ദേവയാനിയാണ്. പേര് കേട്ടിട്ടുണ്ടോ? കെ ദേവയാനി എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കെ ദേവയാനി. ഇവർക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. കെ ദേവയാനിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരുടെ ആത്മകഥയാണ്. ആത്മകഥയുടെ പേര് ചോരയും കണ്ണീരും നനഞ്ഞ വഴിയിൽ എന്നാണ് കേട്ടോ. ചോരയും കണ്ണീരും നനഞ്ഞ വഴിയിൽ, ഇതായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ കെ ദേവയാനിയിലേക്ക് വന്നാൽ, കെ ദേവയാനി ജനിച്ചത് 1922 1922 ആര് ജനിച്ചത്? 1922 ആര് ജനിച്ചത്? കെ ദേവയാനി ജനിച്ചത്. ക്ലിയർ ആണ്? ഡൗട്ട് ഇല്ലല്ലോ. അപ്പം കെ ദേവയാനി ജനിച്ചത് 1922. എങ്കിൽ എന്നായിരുന്നു ആര്യപ്പള്ളം ജനിച്ചത്? ആര്യപ്പള്ളം ജനിച്ച വർഷം പറ. 1908. 1908. ഇവിടെ കെ ദേവയാനി ജനിച്ചത് 1922. ഇവരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ പുന്നപ്രയായിരുന്നു. ആലപ്പുഴ. കെ ദേവയാനിയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പുന്നപ്ര. ഇവർ ജനിച്ചത് പുന്നപ്രയാണ്. പക്ഷെ ഇവര് വിവാഹം ചെയ്ത് നേരെ അങ്ങ് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു. അവിടേക്ക് നമുക്ക് വരാം. അപ്പൊ ഇവർ ജനിച്ച സ്ഥലം ക്ലിയർ ആയി നമ്മൾ പഠിച്ചു. പുന്നപ്രയാണ്. 1922 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് ആര് ജനിക്കുന്നത്? കെ ദേവയാനി ജനിക്കുന്നത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാടെ? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. വർഷം ഓർമ്മയുണ്ടോ? 1917 ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. മനസ്സിലായോ? 1917 എന്ത് വരുന്നത്? ആത്മവിദ്യാസംഘം വരുന്നത്. അപ്പൊ ആത്മവിദ്യാസംഘം വന്ന വർഷം ഏതാ? 1917. നമുക്ക് ഇവിടുത്തെ പോയിന്റ് എന്താണ്? ആത്മവിദ്യാസംഘത്തിന്റെ മഹിളാ വിഭാഗത്തിന്റെ പ്രവർത്തകയായിരുന്നു നമ്മുടെ കെ ദേവയാനി. ഓക്കെ ആണോ? ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആ ആത്മവിദ്യാസംഘത്തിന്റെ മഹിളാ വിഭാഗം പ്രവർത്തകയായിരുന്നു ആരെന്ന് പറയുന്ന കെ ദേവയാനി എന്ന് പറയുന്നത്. അടുത്ത കേട്ടോണെ, അമ്പലപ്പുഴ കയറുപിരി തൊഴിലാളി യൂണിയന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു ആരെന്ന് പറയുന്ന കെ ദേവയാനി. അമ്പലപ്പുഴ
കയറുപിരി തൊഴിലാളി യൂണിയൻ സ്ഥാപിച്ച വർഷം 1937 ആണ്. 1937. അപ്പൊ അതിന്റെ സ്ഥാപക സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ആരായിരുന്നു? നമ്മുടെ കെ ദേവയാനിയാണ്. മനസ്സിലായോ? പ്രസിഡന്റ് സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്രട്ടറി ആരാണെന്ന് ഓർത്തോളുക, കെ ദേവയാനിയാണ് എന്ന് ഓർത്തോളുക. ജസ്റ്റ് ഓർത്തു വെച്ചോളുക. അമ്പലപ്പുഴ കയറുപിരി തൊഴിലാളി യൂണിയന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു ആരെന്ന് പറയുന്ന നമ്മുടെ കെ ദേവയാനി. അതുപോലെ കളർകോട് പാടം പണിമുട്ടക്കിന് നേതൃത്വം നൽകിയ വനിതാ വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? കെ ദേവയാനി. അപ്പൊ 2 പോയിന്റ്. അമ്പലപ്പുഴ കയറുപിരി തൊഴിലാളി യൂണിയന്റെ സ്ഥാപക സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ അത് കെ ദേവയാനിയാണ്. കളർകോട് പാടം പണിമുട്ടക്കിന് നേതൃത്വം നൽകിയ വനിതാ വ്യക്തിത്വമാണ് കെ ദേവയാനി. ആത്മവിദ്യാസംഘത്തിന്റെ മഹിളാ വിഭാഗത്തിന്റെ പ്രവർത്തകയായിരുന്നു ആരെന്ന് പറയുന്നത്? കെ ദേവയാനി. കെ ദേവയാനി. ഓക്കെ. 1946 കരിവെള്ളൂർ സമരം നടക്കുന്നത്. കരിവെള്ളൂർ സമരം നടക്കുന്നത്. ഈ കരിവെള്ളൂർ സമര നായിക എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? കെ ദേവയാനിയാണ്. ആരെയാണ്? കെ ദേവയാനി. ഇനി കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? എ വി കുഞ്ഞമ്പു ആണ്. ആരാണ്? എ വി കുഞ്ഞമ്പു. ഈ എ വി കുഞ്ഞമ്പു ആരെന്ന് ചോദിച്ചാൽ കെ ദേവയാനിയുടെ ഭർത്താവായിരുന്നു. മനസ്സിലായോ? അപ്പൊ നമുക്ക് പഠിക്കാം. ആര്? എ വി കുഞ്ഞമ്പുവിന്റെ ഭാര്യയാണ് കെ ദേവയാനി. ആ കെ ദേവയാനിയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? കരിവെള്ളൂർ സമരനായിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി എ വി കുഞ്ഞമ്പുവിന്റെ ഒരു പുസ്തകമുണ്ട്, പറയാമോടെ? രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഒരാളിന്റെ പേര് എ വി കുഞ്ഞമ്പു. രണ്ടാമത്തെ ആളിന്റെ പേര് വി വി കുഞ്ഞമ്പു. ഇവർക്ക് 2 പേർക്കും ബുക്കുണ്ട്. എ വി കുഞ്ഞമ്പുവിന്റെ ബുക്ക് ഏതാണ്? വി വി കുഞ്ഞമ്പുവിന്റെ ബുക്ക് ഏതാണ്? പറയാമോ നിങ്ങൾക്ക്? കയ്യൂരും കരിവെള്ളൂരും എ വി കുഞ്ഞമ്പു. എ വി കുഞ്ഞമ്പുവിന്റെ ബുക്കാണ് കയ്യൂരും കരിവെള്ളൂരും എന്ന ബുക്ക് എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ അത് എ വി കുഞ്ഞമ്പു ആണ്. ഓക്കെ. അപ്പൊ വി വി കുഞ്ഞമ്പുവിന്റെ ബുക്കോ? കയ്യൂർ സമരചരിത്രം. കയ്യൂർ സമരചരിത്രം എന്ന ബുക്കാണ് ആരുടേത്? വി വി കുഞ്ഞമ്പു. ഇത് തിരിഞ്ഞു പോകത്തില്ല. കാരണം എ വി കുഞ്ഞമ്പുവിന്റെ ഇനിഷ്യൽ നോക്കണേ, എയും വിയും വ്യത്യസ്തമായ 2 ഇനിഷ്യൽ അല്ലേ അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അവിടെ നമ്മൾ 2 സമരങ്ങളെ ചേർത്ത് വെക്കണം. ഏതൊക്കെയാണ്? കയ്യൂരും കരിവെള്ളൂരും. ഓക്കെ. എന്നാൽ കയ്യൂർ സമരചരിത്രം ഒറ്റ സമരം മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരേ ഇനിഷ്യല്. അതുകൊണ്ട് നമുക്ക് പറയാം വി വി കുഞ്ഞമ്പു ആണ് കയ്യൂർ സമരചരിത്രം എന്ന ബുക്ക് എഴുതിയത്. അപ്പൊ എ വി കുഞ്ഞമ്പുവിന്റെ ബുക്കാണ് എന്ന് പറയുന്നത് കയ്യൂരും കരിവെള്ളൂരും. ആ എ വി കുഞ്ഞമ്പുവിന്റെ ഭാര്യയായിരുന്നു ആരെന്ന് പറയുന്നത്? കെ ദേവയാനി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആത്മകഥ ചോരയും കണ്ണീരും നനഞ്ഞ വഴിയിൽ എന്നാണ് കേട്ടോ, നിറഞ്ഞ എന്നല്ല, നനഞ്ഞ വഴിയിൽ. നോക്ക്, ചോരയും കണ്ണീരും നനഞ്ഞ വഴിയിൽ എന്നത് ആരുടെ ആത്മകഥയാണ്? നമ്മുടെ കെ ദേവയാനിയുടെ ആത്മകഥയാണ്. ഓക്കെ. ഒന്നുകൂടെ നമ്മൾ കെ ദേവയാനിയെ പറ്റി പറയുന്നു. 1922 ആര് ജനിക്കുന്നത്? കെ ദേവയാനി ജനിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിൽ ജനിക്കുന്നു. ഓക്കെ ആണോ? ആത്മവിദ്യാസംഘത്തിന്റെ വനിതാ വിഭാഗം പ്രവർത്തകയായിരുന്നു കെ ദേവയാനി. അവിടെ നമ്മൾ പഠിച്ചു ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിതമായ വർഷം 1917 പറഞ്ഞു. അമ്പലപ്പുഴ കയറുപിരി തൊഴിലാളി യൂണിയന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു കെ ദേവയാനി എങ്കിൽ കയറുപിരി യൂണിയൻ വന്ന വർഷം 1937. കളർകോട് പാടം പണിമുടക്കിന് നേതൃത്വം നൽകിയ വനിതയാണ്. കളർകോട് പാടം പണിമുടക്ക് ജസ്റ്റ് നമ്മുടെ മനസ്സിൽ വരണം. കളർകോട് പാടം പണിമുടക്ക് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട വ്യക്തിത്വം കെ ദേവയാനി. അതുപോലെ കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941 അല്ലെ? 1941 1941 കയ്യൂർ സമരം നടക്കുന്നത്. കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്?
കയ്യൂർ സമരം? കണ്ണൂര്. കയ്യൂര് കണ്ണൂര്. ഉറപ്പിച്ചോ? ആരാ പറഞ്ഞു? ഞാൻ കണ്ടില്ല. ആരാ പറഞ്ഞു? കാസർഗോഡ്. കയ്യൂര് നാരുടെ? കണ്ണൂർ കാസർഗോഡ്. കാസർഗോഡാണ്. തെറ്റല്ലേ? തെറ്റിപ്പോവരുത്. കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. തെറ്റല്ലേ? കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരം എവിടെയാണ് നടന്നത്? കാസർഗോഡ്. നടന്ന വർഷം 1941. ഓക്കെ. കയ്യൂരും കരിവെള്ളൂരും എന്ന പുസ്തകം എഴുതിയത് AV കുഞ്ഞമ്പു. ആ AV കുഞ്ഞമ്പുവിന്റെ ഭാര്യയാണ് ആര്? കെ ദേവയാനി. എന്നാൽ കയ്യൂർ സമര ചരിത്രം എന്ന ബുക്ക് എഴുതിയത് VV കുഞ്ഞമ്പുവാണ്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു കെ ദേവയാനിയുടെ പുസ്തകം ആത്മകഥയുടെ പേരാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴിയിൽ. ഓക്കെ ആയോ? രണ്ടാമത്തെ വ്യക്തിത്വം ഓക്കെ ആയോ? ഇവിടെ രണ്ടുപേരും ഓക്കെ ആയോ? പ്രശ്നമില്ലല്ലോ? മനസ്സിലാവുന്നു? നിങ്ങൾക്ക് മനസ്സിലാവുന്നു? പ്രശ്നമില്ലല്ലോ? തൊട്ടടുത്ത വ്യക്തിത്വത്തിലേക്ക് പോവുകയാണ്. ഓക്കെ. അടുത്ത ആള് ബി കല്യാണിയമ്മയാണ്. നമ്മൾ അടുത്ത ബി കല്യാണിയമ്മയെ കൊണ്ടുവരാൻ കാരണം നമ്മൾ കെ ദേവയാനിയെ പഠിച്ച സമയത്ത്, അല്ലെ, കെ ദേവയാനിയെ പറ്റി പഠിച്ച സമയത്ത് നമ്മൾ പ്രസിദ്ധനായ ഒരു സമര നായകനെ അവിടെ കൊണ്ടുവന്നു, അല്ലെ. ആ ഒരു സമരനായകന്റെ ഭാര്യ എന്ന നിലയിൽ നമ്മൾ ആരെ പഠിച്ചു? കെ ദേവയാനിയെ പഠിച്ചു. അതുപോലെ നമുക്ക് സുപരിചിതനായ ഒരു വ്യക്തിത്വത്തിന്റെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്? ബി കല്യാണിയമ്മ എന്ന് പറയുന്നത്. 1883 ആര് ജനിക്കുന്നത്? ബി കല്യാണിയമ്മ ജനിക്കുന്നത്, അല്ലെ. ആരുടെ ഭാര്യയായിരുന്നു ബി കല്യാണിയമ്മ എന്ന് ചോദിച്ചാൽ ആരുടെ ഭാര്യയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്? ബി കല്യാണിയമ്മ. സ്വദേശാഭിമാനി പത്രം എവിടുന്നാ പ്രസിദ്ധീകരണം ആരംഭിച്ചത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എവിടുന്നായിരുന്നു സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്? അഞ്ചുതെങ്ങിൽ നിന്നാണ്. ഓർത്തോണം, അഞ്ചുതെങ്ങിൽ നിന്നാണ് അത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പിന്നീട് അത് തിരുവനന്തപുരത്തോട്ടൊക്കെ മാറുന്നെങ്കിൽ പോലും അത് ആരംഭിച്ചത് എവിടെ നിന്നാണ്? അഞ്ചുതെങ്ങിൽ നിന്നായിരുന്നു. ഓക്കെ. അതിന് ഉടമ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഏതിന്റെ ഉടമ? സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമ. അപ്പം ആ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പത്നിയാണ്, ഭാര്യയാണ് ബി കല്യാണിയമ്മ, അല്ലെ. അടുത്ത ചിലപ്പം അവരുമായി ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെന്റ് തന്നാൽ, ചോദ്യമായി സ്റ്റേറ്റ്മെന്റുകൾ വന്നാൽ അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആയിരിക്കാം: മാതൃഹൃദയ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം, അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പത്നിയായ ബി കല്യാണിയമ്മയാണ്. ഓക്കെ. അപ്പൊ അവരുടെ തൂലികാനാമം എന്താണ്? മാതൃഹൃദയ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. എങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഓപ്പ എന്ന് അറിയപ്പെട്ട നവോത്ഥാന നായിക ആരായിരുന്നു? ഓപ്പ നമ്മൾ പഠിച്ച വ്യക്തിത്വമാണ്. ഓപ്പ ആരായിരുന്നു? ഓപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് പറഞ്ഞു കേട്ടില്ലേ? AV കുട്ടിമാളു അമ്മയാണ്. ബാക്കിയുള്ളവർ വായിക്കുന്നില്ല. നിങ്ങൾ റിവൈസ് ചെയ്യണം, നന്നായിട്ട് റിവൈസ് ചെയ്തോണേ. ഈ റിവിഷൻ ഇല്ലാതെ പരിപാടി നടക്കൂല. നമ്മളിങ്ങനെ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. റിവിഷൻ ആണ് വേണ്ടത്. പഠിച്ചത് തന്നെ വീണ്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ നമ്മൾ പുതിയത് പഠിക്കരുത്. മനസ്സിലായോ? ഓക്കെ. അപ്പം ഓപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആരെയാണ്? AV കുട്ടിമാളു അമ്മയാണ്. അപ്പം മാതൃഹൃദയ ആരുടെ തൂലികാനാമമാണ്? ബി കല്യാണിയമ്മയുടെ തൂലികാനാമമാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ആത്മകഥ എഴുതിയ വനിതയാണ് ബി കല്യാണിയമ്മ. മലയാളത്തിൽ ആദ്യമായിട്ട് ആത്മകഥ എഴുതിയ വനിത ബി കല്യാണിയമ്മയാണ്. അവരുടെ ആത്മകഥ പ്രീവിയസ് ചോദ്യമായി വന്നിട്ടുണ്ട്. വ്യാഴവട്ട സ്മരണകൾ. ബി കല്യാണിയമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ. ആ വ്യാഴവട്ട സ്മരണകളുടെ പ്രത്യേകത എന്താണ്? മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു വനിത എഴുതപ്പെട്ട ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ. ഓക്കെ. എങ്കിൽ നിങ്ങൾ പറഞ്ഞേ, കെ ദേവയാനിയുടെ ആത്മകഥയുടെ പേരെന്താണ്?
ചോരയും കണ്ണീരും നനഞ്ഞ വഴി. യെസ്, വെരി ഗുഡ്. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. ഓക്കെ, അപ്പൊ ബി കല്യാണിയമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ. ഇനി അവരെ മറ്റൊരു കൃതിയിലേക്ക് നമ്മൾ പോവുകയാണ്. കൃതിയുടെ പേര് കർമ്മഫലം എന്നാണ്. എന്താണ് കർമ്മഫലം? കർമ്മഫലത്തിന്റെ പ്രത്യേകത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗ്രാമോദ്ധാരണ പരിപാടിയിൽ ആകൃഷ്ടയായ ശേഷം ബി കല്യാണിയമ്മ എഴുതിയ കൃതിയുടെ പേരാണ് കർമ്മഫലം. ഏതാണ്? കർമ്മഫലം. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗ്രാമോദ്ധാരണ പരിപാടികളിൽ ആകൃഷ്ടയായി രചിച്ച കൃതി കർമ്മഫലം. അപ്പൊ രണ്ടെണ്ണം കിട്ടി. ആത്മകഥ വ്യാഴവട്ട സ്മരണകൾ, INCയുടെ ഗ്രാമോദ്ധാരണ പരിപാടികളിൽ ആകൃഷ്ടയായി ബി കല്യാണിയമ്മ എഴുതിയ കൃതിയാണ് കർമ്മഫലം. കർമ്മഫലം. ഓക്കെ, അവരുടെ മറ്റു കൃതികൾ ഒന്ന് ഓർമ്മയിൽ നിന്ന്. മനസ്സിലായി? ഓടയിൽ നിന്നല്ല, ഓർമ്മയിൽ നിന്ന് എന്നത് ആരുടെ കൃതിയാണ്? ഓർമ്മയിൽ നിന്ന് ബി കല്യാണിയമ്മ. മഹതികൾ, അടുത്തൊരു കൃതി മഹതികൾ അല്ലെ. താമരശ്ശേരി എന്നിവ ആരുടെ കൃതികളാണ്? ബി കല്യാണിയമ്മ. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാഴവട്ട സ്മരണകൾ. അവരുടെ ആത്മകഥ ഉറപ്പായും പഠിച്ചോണം. വ്യാഴവട്ട സ്മരണകൾ. കർമ്മഫലം ഓർത്തോണം. ആരുടെയാണ്? നമ്മുടെ ബി കല്യാണി അമ്മയുടെ കൃതിയാണ്. ഓക്കെ, ഇനി അവർ ആരംഭിച്ച ഒരു മാസികയാണ് ശാരദ എന്ന് പറയുന്നത്. അപ്പം ശാരദ എന്ന മാസിക ആരംഭിച്ചതാര്? ബി കല്യാണിയമ്മയാണ്. വളരെ കുറച്ച് പോയിന്റ് മാത്രം ഒന്ന് അടുക്കി പഠിച്ചേ. ബി കല്യാണിയമ്മ 1883 ജനിക്കുന്നു. ബി കല്യാണിയമ്മ ജനിച്ചത് 1883 അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പത്നിയാണ് ആരെന്ന് പറയുന്നത്? ബി കല്യാണിയമ്മ എന്ന് പറയുന്നത്. ഇനി അവരുടെ ആത്മകഥ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? വ്യാഴവട്ട സ്മരണകൾ. അവരുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ. അതുപോലെ ആ വ്യാഴവട്ട സ്മരണകളുടെ പ്രത്യേകതയാണ് മലയാളത്തിൽ ഒരു വനിത എഴുതിയ ആദ്യ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? വ്യാഴവട്ട സ്മരണകൾ. അവരുടെ തൂലികാനാമം. എന്താണ് തൂലികാനാമം? മാതൃഹൃദയം. അവിടെ നമ്മൾ ഓർത്തെടുത്തത് ഓപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AV കുട്ടിമാളുമ്മയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗ്രാമോദ്ധാരണ പരിപാടികളിൽ ആകൃഷ്ടയായി ബി കല്യാണിയമ്മ എഴുതിയ കൃതിയുടെ പേരാണ് ഏത്? കർമ്മഫലം. ഏതാണ്? കർമ്മഫലമാണ്. കർമ്മഫലം. ശാരദ എന്ന മാസിക ആരംഭിച്ചത് ബി കല്യാണിയമ്മയാണ്. അവരുടെ മറ്റു കൃതികൾ ഓർമ്മയിൽ നിന്ന്, മഹതികൾ, താമരശ്ശേരി. മനസ്സിലായോ? അടുത്തൊരു വ്യക്തിത്വം, അതും ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു. AV കുഞ്ഞമ്പുവിന്റെ പത്നിയായ ആരെ പഠിച്ചു? കെ ദേവയാനിയെ പഠിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പത്നിയായ ബി കല്യാണിയമ്മയെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മന്നത്ത് പത്മനാഭന്റെ പത്നിയായ തോട്ടയ്ക്കാട് മാധവിയമ്മയെ പറ്റിയാണ്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ പത്നിയാണ് തോട്ടയ്ക്കാട് മാധവിയമ്മ? മന്നത്ത് പത്മനാഭന്റെ പത്നിയാണ് അല്ലെ? ഇനി തോട്ടയ്ക്കാട് മാധവിയമ്മ എന്നാണ് ജനിച്ചത്? 1911 ജനിച്ചു. എന്ന് ജനിച്ചത് 1911 ആര് ജനിച്ചത്? തോട്ടയ്ക്കാട് മാധവിയമ്മ ജനിച്ചത്. ഇനി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടയ്ക്കാട് മാധവിയമ്മ. പോയിന്റ് ക്ലിയർ ആയി പഠിക്കണം. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടയ്ക്കാട് മാധവിയമ്മ. ഓക്കെ, ഇനി അടുത്തത് 1929 വനിതകൾക്ക് മാത്രമായിട്ട് സംഘടിപ്പിച്ച NSS യോഗത്തിന്റെ അധ്യക്ഷ അത് ആരായിരുന്നു? തോട്ടയ്ക്കാട് മാധവിയമ്മയാണ്. ഓക്കെ, പോയിന്റുകൾ ഒന്നുകൂടെ. സാമൂഹിക പരിഷ്കർത്താവായ മന്നത്ത് പത്മനാഭന്റെ പത്നിയാണ് തോട്ടയ്ക്കാട് മാധവിയമ്മ. തോട്ടയ്ക്കാട് മാധവിയമ്മ ജനിച്ച വർഷം 1911. ഓക്കെ, കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയുടെ പേര് തോട്ടയ്ക്കാട് മാധവിയമ്മ. ആ പോയിന്റ് ക്ലിയർ ആണ്. 1929 വനിതകൾക്ക് മാത്രമായി സംഘടിപ്പിച്ച NSS യോഗത്തിന്റെ അധ്യക്ഷ
അതും ആര് തന്നെയാണ്? തോട്ടയ്ക്കാട് മാധവിയമ്മയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് അവരുടെ കൃതികളാണ്. വളരെ കുറച്ച് പോയിന്റ് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. അവരുടെ കൃതികളാണ് ഹേമ പഞ്ചരം, തത്വചിന്ത എന്നിവ. അപ്പം പഠിച്ചോണം. ഹേമ പഞ്ചരം, തത്വചിന്ത, ഹേമ പഞ്ചരം, ഹേമ പഞ്ചരം ഇതില്ല, ഹേമ പഞ്ചരം, തത്വചിന്ത എന്നിവ ആരുടെ കൃതികളാണ് എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? തോട്ടയ്ക്കാട് മാധവിയമ്മയുടെ കൃതികളാണ്. ഇത്രയും കാര്യം ഓക്കെയാണോ? വളരെ കുറച്ച് പോയിന്റ് അല്ലേ ഉള്ളൂ. എന്തൊക്കെയാ ഓർക്കേണ്ടത്? മന്നത്ത് പത്മനാഭന്റെ ഭക്തിയാണ്. 1911 ജനിച്ചു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയുടെ പേരാണ് തോട്ടയ്ക്കാട് മാധവിയമ്മ. അതുപോലെ വനിതകൾക്ക് മാത്രമായി 1929 സംഘടിപ്പിച്ച NSS യോഗത്തിന്റെ അധ്യക്ഷയായിരുന്നു തോട്ടയ്ക്കാട് മാധവിയമ്മ. ഹേമപഞ്ചരം, തത്വചിന്ത എന്നിവ ആരുടെ കൃതികളാണ്? തോട്ടയ്ക്കാട് മാധവിയമ്മയുടെ കൃതികളാണ്. അപ്പൊ അടുത്ത ആളിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ആളിന്റെ പേര്, നമ്മൾ വനിതകൾ തീരുന്നില്ല, ഇനിയും വ്യക്തിത്വങ്ങളുണ്ട്, താഴോട്ട് കിടക്കുകയാണ്. അപ്പം അടുത്ത ആളിന്റെ പേരാണ് ആനി മസ്ക്രിൻ. കാരണം ഇവിടെ നിന്ന് നമ്മൾ 3 പേരെ കൊണ്ടുവന്നിട്ടുള്ളത്, കണക്ട് ചെയ്ത 3 പേരെ വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആൾ ആനി മസ്ക്രിൻ, നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അടുത്ത ആളിന്റെ പേര് ദാക്ഷായണി വേലായുധൻ. തൊട്ടടുത്ത ആളിന്റെ പേര് അമ്മു സ്വാമിനാഥൻ. ഇങ്ങനെ ഞാൻ കണക്ഷനിൽ 3 പേരെ വെച്ചേക്കുവാണ്. എന്തുകൊണ്ടായിരിക്കും ഈ 3 പേരെ ഞാൻ ഒരുമിച്ച് കൊണ്ടുവരാൻ കാരണം? നിങ്ങൾ പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ 3 പേരെ ഒരുമിച്ച് കൊണ്ടുവരാൻ കാരണം? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഇവര് 3 പേരും കേരളത്തിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ടാണ് ആ 3 പേരെ ഞാൻ ഒരുമിച്ച് വെച്ചത്. തൊട്ടുമുകളിൽ ഞാൻ 3 പേരെ ഒരുമിച്ച് വെച്ചത് അവരുടെ ഭർത്താക്കന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളായതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് 3 പേര് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ വ്യക്തിത്വങ്ങളാണ്. അപ്പം അതിൽ ആദ്യത്തെ ആളെ നമ്മൾ പഠിക്കുകയാണ് ആനി മസ്ക്രിൻ, അല്ലെ? 1902 ആര് ജനിക്കുന്നത്? ആനി മസ്ക്രിൻ ജനിക്കുന്നത്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ വ്യക്തിത്വം. എവിടെ നിന്നാണ് ഇവർ അംഗമായത്? തിരുവിതാംകൂറിൽ നിന്നാണ് അംഗമായത്. എങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം, തിരുവിതാംകൂറിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിയ ആളുകളുടെ എണ്ണം എത്രയാണ്? 6 ആണ്, അല്ലെ? നമ്മൾ തിരുവിതാംകൂറിന്റെ അവസാനത്തെ 6 വെച്ച് നമ്മൾ എണ്ണം 6 എന്ന് പഠിച്ചിട്ടുണ്ട്. ആ 6ൽ ഒരേ ഒരു വനിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ബാക്കി 2 വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തിയത് എവിടെ നിന്നായിരുന്നു? മലബാറിൽ നിന്നാണ്. അവർ തെരഞ്ഞെടുക്കപ്പെട്ടത് മദ്രാസ് പ്രവിശ്യയിൽ നിന്നാണ് എന്ന് ഓർത്തോണം. ഞാൻ പറഞ്ഞു, അതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടം വരെ എത്തിയായിരുന്നോ? നമ്മുടെ ഓൺലൈൻ സെക്ഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടം വരെ എത്തിയോ? എത്തിയോ അതോ ക്യാബിനറ്റ് മിനിസ്റ്റർ നിൽക്കുന്നേ ഉള്ളോ? ഇല്ല സാർ, ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയെ പഠിപ്പിക്കാനുള്ളത്. ഓക്കെ, അവിടെ വരെ എത്തിയില്ല. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബാക്കി 2 പേര് മദ്രാസിലാണ്. ക്ലാസ് നേരത്തെ കേട്ടിട്ടുള്ള ആളുകൾ ഓർത്തോളുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ പോയിന്റ്, തിരുവിതാംകൂറിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ വ്യക്തിത്വമാണ് ആനി മസ്ക്രിൻ. ആനി മസ്ക്രിൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്. അതിനെ നമ്മൾ നേരത്തെ പഠിച്ച തോട്ടയ്ക്കാട് സോറി തൊട്ട് മേളിൽ പഠിച്ച ബി കല്യാണി അമ്മ ജനിച്ചതും എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. എവിടെയാണ്? തിരുവനന്തപുരം. ഓക്കെ, അപ്പം ആനി മസ്ക്രിൻ. അടുത്ത പോയിന്റിലേക്ക് വരാം. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ആനി മസ്ക്രിൻ. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആനി മസ്ക്രിൻ ആണ്. എങ്കിൽ നിങ്ങളുടെ ചോദ്യമാണ്, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ്? ലോക്സഭയിലോട്ട് ആനി മസ്ക്രിനെ കിട്ടിയില്ലേ? രാജ്യസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആരാ? ഉത്തരം ഉണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? രാജ്യസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത, രാജ്യസഭ അറിയാവൂടെ? അറിയാവൂടെ നിങ്ങൾ? ജയേഷ് പറഞ്ഞു ജയേഷേ. ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോനാണ് ശരി ഉത്തരം. ലക്ഷ്മി എൻ മേനോനാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത. പക്ഷേ ഒരു കൺഫ്യൂസിങ് ഫാക്ട് അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്നറിയാവാ?
ഈ ലക്ഷ്മിയൻ മേനോനെ 1952 ബീഹാറാണെന്ന് തോന്നുന്നു, ബീഹാറാണോ വെസ്റ്റ് ബംഗാളാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്, ക്ലിയർ ചെയ്ത് പറയാം. കേരളത്തിൽ നിന്നല്ല എന്തായാലും തെരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലെത്തിയ വനിതാ വ്യക്തിത്വമല്ല ആര്? ലക്ഷ്മിയൻ മേനോൻ. മനസ്സിലായോ? പക്ഷെ അവർ മലയാളിയാ. ലക്ഷ്മിയൻ മേനോൻ മലയാളിയാണ്. അവർ രാജ്യസഭയിലേക്ക് 1952 അവരെ തെരഞ്ഞെടുത്ത. 1952 ആരെ തെരഞ്ഞെടുത്തു? നമ്മുടെ ലക്ഷ്മിയൻ മേനോനെ തെരഞ്ഞെടുത്തു. പക്ഷെ ഇവരെ എവിടെ നിന്നല്ല തെരഞ്ഞെടുത്തത്? കേരളത്തിൽ നിന്നല്ല തെരഞ്ഞെടുത്തത്. മനസ്സിലായോ? പക്ഷേ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാരെ? രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ആരാ? ആരോ പറഞ്ഞു ഉത്തരം? യെസ്, വെരി ഗുഡ്. ഭാരതി ഉദയഭാനുവാണ്. ആ 2 പോയിന്റ് പഠിച്ചോണേ. ഭാരതി ഉദയഭാനുവിനെയാണ് കേരളത്തിൽ നിന്ന് എവിടേക്ക് തെരഞ്ഞെടുത്തത്? രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തത്. 3 ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ചെയ്തേ. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത അത് ആനി മസ്കൻ ആണ്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ്. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ഭാരതി ഉദയഭാനുവാണ്. എടേ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെ കൃതിയാണ്? അത് നിന്റെ തെറ്റാണ്. എന്നാൽ അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി ആരുടേതാണ്? ഭാരതി ഉദയഭാനു. ഇത് ഭാരതി ഉദയഭാനുവിന്റെ. ആരുടെയാണ്? ഭാരതി ഉദയഭാനുവിന്റെയാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ പോയിന്റുകൾ മാനി മസ്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്ന് അംഗമാകുന്നു, ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞു പറവൂർ TK നാരായണ പിള്ളയുടെ നേതൃത്വത്തിലുള്ള തിരുക്കൊച്ചി മന്ത്രിസഭയിൽ ആരോഗ്യ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ആനി മസ്കൻ. അതുകൂടെ ഓർത്തോണം. ഓക്കെ, തിരുക്കൊച്ചി മന്ത്രിസഭ. എന്നാണ് തിരുക്കൊച്ചി ഉണ്ടായത്? തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാ? തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949 തിരുക്കൊച്ചി സംയോജനം ഉണ്ടായത്. മനസ്സിലായോ? തിരുക്കൊച്ചി മന്ത്രിസഭയിൽ ആരോഗ്യ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ആനി മസ്കൻ. ആരായിരുന്നു? ആനി മസ്കൻ. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ തന്നെ അവര് തിരുക്കൊച്ചി യൂണിയനിലെ ആദ്യത്തെ വനിതാ മന്ത്രിയായിട്ട് ആര് മാറുകയാണ്? നമ്മുടെ ആനി മസ്കൻ മാറുകയാണ്. പോയിന്റുകൾ ഓക്കെയാണ്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ്. പരവൂർ TK നാരായണ പിള്ളയുടെ നേതൃത്വത്തിലുള്ള തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ആനി മസ്കൻ എന്ന് പറയുന്നത്. ഓക്കെയാണ് ആനി മസ്കൻ. പോയിന്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. അടുത്തത്, ശ്രീലങ്കയിൽ ഇവര് അധ്യാപികയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ വനിതയാണ് ആനി മസ്കൻ. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയുടെ പേര് ആനി മസ്കൻ. ഇവിടെ ചോദ്യം ഞാൻ കണക്ട് ചെയ്ത് തരാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിത ആനി മസ്കൻ. എന്റെ ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ആരാത് പറയാമോ? പഠിച്ചായിരുന്നു നമ്മള്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയെ നമ്മൾ പഠിച്ചായിരുന്നോ? അക്കമ്മ ചെറിയാനാണ്. നിങ്ങൾ വായിക്കുന്നില്ല. അക്കമ്മ ചെറിയാൻ 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ആര് വരുന്നു? അക്കമ്മ ചെറിയാൻ വരുന്നു. ഇവിടെ നമ്മൾ പഠിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതയുടെ പേര് ആനി മസ്കൻ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, ആനി മസ്കൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വഴുതക്കാടാണ് എന്ന് ഓർക്കണം. എവിടെയാണ്? വഴുതക്കാട്. തിരുവനന്തപുരത്തെ വഴുതക്കാട്. ഈ വഴുതക്കാട് വേറെ എന്തിനാണ് നിങ്ങൾ പഠിച്ചത്? വഴുതക്കാട് വേറെ എന്തെങ്കിലും പഠിച്ചാരാ നിങ്ങള്? ഫോറസ്റ്റുമായിട്ട് വല്ല ബന്ധവും വഴുതക്കാടിനുണ്ടാ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം വഴുതക്കാടാണ്. തിരുവനന്തപുരത്ത്. ഓക്കെ, അപ്പം ആനി മസ്കൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്?
വഴുതക്കാട്. അപ്പൊ ആനി മസ്കറിന്റെ പോയിന്റുകളൊന്ന് ക്ലിയർ ചെയ്തേ. ആനി മസ്കറിന്റെ പോയിന്റ് 1, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ വനിതാ വ്യക്തിത്വം, തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിത, ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത, പരവൂർ ടി.കെ. നാരായണ പിള്ളയുടെ നേതൃത്വത്തിൽ തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആരോഗ്യ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്നു അന്നി മസ്കറിൻ. തിരുക്കൊച്ചി യൂണിയനിലെ ആദ്യ വനിതാ മന്ത്രിയും അന്നി മസ്കറിൻ. ശ്രീലങ്കയിലെ അധ്യാപക ജോലി ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന വനിതാ വ്യക്തിത്വമാണ് അന്നി മസ്കറിൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ വനിതയുടെ പേര് ആനി മസ്കറിൻ. ആനി മസ്കറിൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാടാണ്. എവിടെയാണ്? വഴുതക്കാട്. ഓക്കെ ആണ്? ഇത്രയും പേരെ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നോ? ഓക്കെ ആണല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക്